അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും ടു ജന്ന എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 1-ാം ക്ലാസ്സിൻ്റെ തഫ്ഹീമു തിലാവ കിതാബത്ത് അഥവാ എഴുത്ത് പരീക്ഷയ്ക്ക് കഴിഞ്ഞ വർഷത്തെ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഓരോ പ്രവർത്തനങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തത് വിട്ട അക്ഷരങ്ങൾ എഴുതാം. അപ്പോൾ നിങ്ങളവിടെ 4 ഫോട്ടോകൾ കാണുന്നുണ്ട്, 4 ചിത്രങ്ങൾ കാണുന്നുണ്ട് അല്ലേ? അതിൻ്റെ നേരെ താഴെ അതിൻ്റെ അറബിയിലുള്ള പേരുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് പൂർണ്ണമല്ല. അവിടെ ചില വാക്കുകൾ, ചില അക്ഷരങ്ങൾ നമ്മൾ എഴുതി ചേർക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തത് ദുൻ. അവിടെ കൈയുടെ ഫോട്ടോമാണ് അല്ലേ? നമുക്ക് കൈകളില്ലേ, അപ്പോൾ അതിലൊരു കൈയുടെ ഫോട്ടോമാണ് അവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ദുൻ എന്നാണ് നൽകിയത്. ബാക്കി നമ്മൾ എന്ത് എഴുതി കൊടുക്കണം? യ അല്ലേ? യദുൻ. കൈക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് അറബിയിൽ എന്താണ് പറയുക? യദുൻ. ഇനി അടുത്തത് എന്താണ്? ഒരു പുഷ്പമാണ് അല്ലേ? പൂവ്. അവിടെ റുദുൻ എന്ന് നൽകിയിട്ടുണ്ട്. ഇനി ഒരക്ഷരം നമ്മൾ ഏതാണ് എഴുതാനുള്ളത്? വാവാണ്. വർദുൻ അല്ലേ? അപ്പോൾ ഒന്നാമത്തത് യദുൻ, രണ്ടാമത്തത് വർദുൻ. ഇനി മൂന്നാമത്തത് കാലാണ്. ജുലുൻ എന്നവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് എഴുതി കൊടുക്കണം? റിജുലുൻ. ഇനി അവസാനത്തത് മ്രുൻ എന്നാണ്. എന്താണ് ആ ഫോട്ടോയിൽ കാണുന്നത്? കാരക്ക അല്ലേ? അപ്പോൾ ആ കാരക്ക എന്താ പറയുക? തമ്രുൻ എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പോൾ അവിടെ ത എഴുതി കൊടുക്കുക. ഒന്നാമത്തത് യദുൻ, രണ്ടാമത്തത് വർദുൻ, മൂന്നാമത്തത് റിജുലുൻ, നാലാമത്തത് തമ്രുൻ. ഇനി രണ്ടാമത്തെ പ്രവർത്തനം യോജിച്ച അക്ഷരങ്ങൾ കുട്ടയിൽ നിന്ന് എടുത്തെഴുതാം എന്നുള്ളതാണ്. അവിടെ 6 അക്ഷരങ്ങൾ നൽകിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ 6 വാക്കുകളും നൽകിയിട്ടുണ്ട്. ഓരോന്നിനോടും യോജിച്ച അക്ഷരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ആ കുട്ടയിൽ നിന്നും എടുത്തെഴുതണം. ഒന്നാമത്തത് ദബുൻ എന്നാണ്. ആദ്യം തന്നെ നമ്മൾ പഠിച്ചതാണ് അല്ലേ? ദബുൻ. അപ്പം നമ്മൾ അവിടെ ഏതാണ് എഴുതി കൊടുക്കാനുള്ളത്? ആ എന്നാണ്. അപ്പം ആ എന്നുള്ളത് എടുത്തിട്ട് ഒന്നിൻ്റെ നേരെ എഴുതി കൊടുക്കുക. അപ്പം വായിക്കുമ്പോൾ എങ്ങനെ വരും? അദബുൻ. രണ്ടാമത്തതോ നമ്മൾ കൊടുക്കാനുള്ളത് ഇ എന്നുള്ളതാണ്. അപ്പോൾ ഇബറുൻ. രണ്ടാമത്തെ എന്താ വായിക്കുക? ഇബറുൻ. മൂന്നാമത്തത് റബുൻ എന്നാണ്. അപ്പോൾ നമ്മൾ അവിടെ ഏതാണ് കൊടുക്കേണ്ടത്? നല്ലോണം നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഉ അല്ലേ? അപ്പോൾ അവിടെ ഉറബുൻ. ഉറബുൻ എന്നാണ് അവിടെ മൂന്നാമത്തത് വരിക. നാലാമത്തതോ ർബുൻ എന്നാണ്. അപ്പോൾ നമ്മളവിടെ നൽകാനുള്ളത് ദാലാണ് അല്ലേ? ദർബുൻ. ഇനി അഞ്ചാമത്തത് ജുലുൻ. ഏതാണ്? റജുലുൻ. റജുലുൻ എന്ന് വരും. പിന്നെയോ ആറാമത്തത് മാ. അവിടെ നൽകാനുള്ളത് ഏതാണ്? മാ. മർമറുൻ. അപ്പോൾ ഒന്നാമത്തത് അദബുൻ, രണ്ടാമത്തത് ഇബറുൻ, മൂന്നാമത്തത് ഉറബുൻ, നാലാമത്തത് ദർബുൻ, അഞ്ചാമത്തത് റജുലുൻ, ആറാമത്തത് മർമറുൻ. ഇനി മൂന്നാമത്തെ പ്രവർത്തനം നിറം നൽകാം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ യാഇനും അതുപോലെ കാഫിനും സീനിനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? നല്ല വൃത്തിയിൽ നിറം നൽകുക. അപ്പോൾ അങ്ങനെ നിറം നൽകി കഴിഞ്ഞാൽ 3 മാർക്കാണ് കിട്ടാൻ പോകുന്നത്. അതുപോലെ ബുക്കിൽ നോക്കി എഴുതാം. ലബ്സുൻ. ഒന്നാമത്തതിൻ്റെ ഭാഗത്ത് ലബ്സുൻ എന്നെഴുതുക, രണ്ടാമത്തതിൽ മിൽക്കുൻ എഴുതുക, മൂന്നാമത്തത് കിത്തുനുൻ എന്നെഴുതുക, നാലാമത്തത് മസദുൻ എന്നെഴുതുക. അഞ്ചാമത്തെ പ്രവർത്തനം ഹർക്കത്തുകൾ നൽകാം എന്നുള്ളതാണ്. ഏതാണ്? കബീദുൻ എന്ന വാക്കാണ്. അപ്പോൾ കാഫിന് ഫതഹ്, അതുപോലെ ബാഇന് കെസുർ, ദാലിന് തൻവീൻ ലം. അപ്പോൾ കബീദുൻ എന്ന് വായിക്കും. ദുആ വസിയത്തോടെ നിർത്തുന്നു. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.